ഹലോ, ഞാനിന്ന് പടിഞ്ഞാറക്കര ബീച്ചിലാണ്. ഇവിടെ ബീച്ചിനോട് ചേർന്നൊരു പാർക്കുണ്ട്, പിന്നെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇഷ്ടം പോലെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഇന്നോവ താഴ്ന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ സൂക്ഷിച്ച് വേണം പാർക്ക് ചെയ്യാൻ. അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് പിന്നെ ബർത്ത്ഡേ ഷൂട്ടും അങ്ങനെ പല പരിപാടി ഇവിടെ നടക്കുന്നുണ്ടാവും. ബ്രൈഡൽ ഷൂട്ട്, ബർത്ത്ഡേ ഷൂട്ടൊക്കെ ഇവിടെ നടക്കും. നല്ല ഭംഗിയാണ് കാണാൻ. ബീച്ചിൻ്റെ ഒരു സൈഡ് മുഴുവൻ കാറ്റാടി മരം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. തോജു ആണെങ്കിൽ ബീച്ചിലേക്കൊന്നും വരുന്നില്ല. ഒരു ഓട്ടോ കണ്ടപ്പോൾ അവൻ അതിൽ ചാടിക്കയറി അതിൽ കളിക്കുകയായിരുന്നു അവർ രണ്ടുപേരും കൂടി. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് നടക്കുകയാണ് കേട്ടോ. വെയിലൊക്കെ പോയൊരു സമയമായതുകൊണ്ട് നടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ബീച്ചിൽ. പിന്നെ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് കടലിൽ ഇറങ്ങാനൊരു മൂഡ് തോന്നിയില്ല, അതുകൊണ്ട് കടലിൽ ഇറങ്ങിയിട്ടില്ല. നമ്മൾ പുറത്തിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു എല്ലാവരെയും. അപ്പോൾ അതാ തോജും അച്ഛനും കൂടി ഭയങ്കര കളിയിലാണ്. മണ്ണ് കണ്ടാൽ പിന്നെ തോജു അവിടുന്ന് പോരില്ല. കുറേ സമയം അവർ മണ്ണ് വാരി കളിക്കുകയായിരുന്നു. തോജുവിൻ്റെ കാലൊക്കെ മൂടി കുറേ നേരം അവൻ അതിൽ തന്നെ ഇരുന്നിട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇതാ നമുക്ക് സർപ്രൈസായിട്ട് അവിടെ ബർത്ത്ഡേ ഷൂട്ട് ചെയ്തിരുന്ന ആ പെൺകുട്ടി തോജുവിന് കുറച്ച് ബലൂൺ കൊണ്ടേ കൊടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് ഞാനത് ക്യാപ്ചർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനത് വാങ്ങിച്ചിട്ട് അവൻ നല്ല സന്തോഷമായി. കുറേ നേരം ആ ബലൂണായിട്ട് ഇങ്ങനെ കളിച്ചിരുന്നു. പിന്നെ തോജുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ 4 ബലൂണും പൊട്ടിപ്പോയി. നമ്മുടെ പടിഞ്ഞാറക്കര ബീച്ചിൻ്റെ പ്രത്യേകത തിരൂർപ്പുഴയും ഭാരതപ്പുഴയും അറബിക്കടലും കൂടി ചേരുന്നൊരു സ്പോട്ടാണ്. ഇത് അങ്ങേ അറ്റം വരെ നടന്നു പോകാൻ നമ്മൾ അത്രയും ദൂരം നടന്നു പോയില്ല. ഇനി ഒരു ദിവസം വന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഇവർ ഈ മണ്ണിൽ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഞാനും കുറച്ച് നേരം വെറുതെ ആകാശത്തൊക്കെ നോക്കിയിരുന്നു. പിന്നെ തോജുവിനെ എടുത്തിട്ട് പോന്നു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് അടുത്തുള്ള പാർക്കിൽ കുടുംബശ്രീയുടെ ഒരു കലാമേള നടക്കുന്നുണ്ട്. അത് കുറച്ച് നേരം നോക്കാമെന്ന് വിചാരിച്ചു. ചെറിയ കുട്ടികളുടെ പാട്ടും പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നിട്ട് പിന്നെ പാർക്കിൻ്റെ അടുത്തേക്കൊന്ന് പോയി. പാർക്കിൽ തോജുവിന് ഇറങ്ങാനായില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടേ ഉള്ളൂ. അതൊക്കെ കുറേ പേരുണ്ട്, കുറേ മക്കളുണ്ട് പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. കുറേ സമയം അങ്ങനെ പോയി. പാർക്കിലും ബീച്ചിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. നമ്മൾ എൻട്രി ഫീ ഒക്കെ കൊടുത്ത് വന്നാണെങ്കിലും എവിടെയും കയറിയൊന്നുമില്ല, റൈഡിലൊന്നും കയറിയിട്ടില്ല. ഒക്കെ ഇങ്ങനെ വെറുതെ നടന്ന് കണ്ടെന്നേ ഉള്ളൂ. രസമുണ്ടായിരുന്നു. അവർ ഇങ്ങനെ ഈ റൈഡിലൊക്കെ ഈ ഊഞ്ഞാലൊക്കെ ആടുമ്പോൾ പിള്ളേരൊക്കെ അലറി വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ നേരം നോക്കി നിന്നിട്ട് പിന്നെയാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയത്. അപ്പോൾ നമ്മളിതാ പഞ്ഞിമിഠായി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു അവരിത് ഉണ്ടാക്കുന്നത് കാണാൻ. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ അത് കഴിക്കാനൊരു ആഗ്രഹം. അങ്ങനെ നമ്മളൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചപ്പോൾ തോജുവിന് ഇതെന്താന്ന് പോലും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അവങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിത് കഴിച്ച് കാണിക്കുമ്പോഴാണ് അവന് മനസ്സിലായത് ഇതാ കഴിക്കാനുള്ള മുതലാണ്. അങ്ങനെ അവനൊന്ന് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കൊടുത്തു നോക്കി. പിന്നെ ബാക്കി നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ മുഴുവനാക്കി. നമ്മുടെ പടിഞ്ഞാറക്കര ബീച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ നേരം പോകുന്നത് അറിയേയില്ല. നമ്മളിവിടെ നിന്ന് 6 മണിയായിരുന്നു നമ്മൾ അറിഞ്ഞത് പോലുമില്ല. പിന്നെ അതൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു പമ്പരൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വേഗം അവിടുന്ന് പോരാനുള്ള പരിപാടിയാണ്. വരുമ്പോൾ നമ്മുടെ പുഴയും കടലും ചേരുന്ന അവിടെയൊക്കെ നോക്കി പിന്നെ വീട്ടിൽ പോന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.